ഹലോ ഫ്രണ്ട്സ്, ഫുഡ്4 പീപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഈ കാട കോഴി കൊണ്ട് അടിപൊളി ചില്ലിയാണ്, കാട ചില്ലി. അപ്പോൾ ഈ കാട ചില്ലിയില്ലേ, അപ്പോൾ നമ്മൾ ഫുഡ് ചാലഞ്ച് നടത്തിയിട്ട് ഒരു മാസമായി. അപ്പം പിന്നെ നമ്മൾ എന്തായാലും ഈ ചില്ലി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഫുഡ് ചാലഞ്ച് നടത്തിയാലോ? കാട കോഴി ചാലഞ്ച്. അപ്പോൾ ഇതിൽ ഷെഹിലാണ് ജയിക്കാത്തത് ഇതുവരെ, അല്ലേ ഷെയിലേ? അപ്പോൾ നമ്മളിന്ന് പൊളിക്കും ഗൈസ്. ഷെയിൽ ജയിക്കുന്ന പറയുന്നത്. അപ്പോൾ കാടക്കോഴിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പനി, ജലദോഷം ഇതിനൊക്കെ വളരെ നല്ലൊരു ഇതാണ്. നല്ല ചൂട്, തണുപ്പുള്ളവർക്ക്, പനിയുള്ളവർക്ക് ഇത് കഴിച്ച് നല്ലൊരു സുഖം കിട്ടും. അപ്പോൾ ജലദോഷം ഉള്ളവർക്ക് അപ്പോൾ നല്ല ഇതാണ്, നല്ല ചൂടാണ് കാടക്കോഴി. അപ്പോൾ ഇവർക്ക് ഉണ്ടെങ്കിൽ കഴിക്കുക. മാറുമെന്ന് അറിയില്ല, മാറിയില്ലെങ്കിൽ ഡോക്ടറെ കൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് ഈ കാടക്കോഴി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കാടക്കോഴിൻ്റെ മസാല തയ്യാറാക്കാൻ ആദ്യം നമുക്ക് മുളക് പൊടി ഇടാം. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി അരച്ചത്, മല്ലിത്താഴയും പച്ചമുളകും അരച്ചത്, വെളുത്തുള്ളി അരച്ചത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തൈര്, ഇനി കോൺഫ്ലോർ, കുരുമുളക് പൊടി, നാരങ്ങ, കോഴിമുട്ട, ഇനി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. കാടക്കോഴി മസാല ഇട്ട് നന്നായി പെരട്ടിയെടുക്കുക. മസാല ഇട്ടെടുക്കാം. മസാല നോക്കി. നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുക. കാടക്കോഴി ഒന്ന് വറുത്തെടുക്കാം. ഓയിൽ വെച്ചെടുക്കാം. പാലക്കാടിൻ്റെ സ്വന്തം നെൽകൃഷിയാണിത്. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ കാടക്കോഴി നമുക്ക് ചില്ലിയാക്കാം. നമ്മൾ ആദ്യം KFCൻ്റെ കാട ഉണ്ടാക്കുന്ന വിചാരിച്ചു, KFC മോഡൽ. പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല, ചാലഞ്ച് അല്ലേ സാധനം. പിന്നെ കാട കുറവായതുകൊണ്ട് സ്വലാവിന് പോരാ സംഭവം. അതുകൊണ്ടാണ് നമ്മൾ ടേസ്റ്റ് ആയിരിക്കും KFC. പിന്നെ സ്പൈസി ആക്കിയിട്ടുണ്ട്. അപ്പോൾ KFC നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ പിന്നെ നമുക്ക് ചാലഞ്ചിലേക്ക് കടക്കല്ലേ ആവശ്യത്തെ. അയ്യോ, അപ്പോൾ നമ്മുടെ കാട കോഴി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാനല്ല പോണ്, ചലഞ്ചാണ്. ഇപ്പോഴത്തെ ചാലഞ്ച് പറഞ്ഞാൽ മറ്റുള്ള ചാലഞ്ച് പോലെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ വെറും 2 മിനിറ്റ് എടുക്കണുള്ളൂ. 2 മിനിറ്റിൽ ഇത് ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവർ വിജയിക്കും. അപ്പോൾ സൊലാം സുഹൈലും ജയിച്ചിട്ടുണ്ട്, ഞാൻ മാത്രമേ ജയിക്കാത്ത. പക്ഷെ നമ്മൾ സെക്കൻഡ് ഉണ്ടായിരുന്നു. അവരെ ട്വീറ്റ് ചെയ്യാം നമുക്ക് 2 മിനിറ്റ് ടൈം. നമ്മൾ മയോനൈസും കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, സോസ് ഇവരുടെ തുടങ്ങിയാ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഓക്കെ, റെഡി. രണ്ട് മിനിറ്റ് ആയല്ലോ സൂര്യത്തോട്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നിർത്തിക്കോ. ഇത് പണിയാണ്. 2 മിനിറ്റ് നമ്മൾ തീർക്കാൻ പറ്റില്ല. 1 മിനിറ്റ് എടുത്ത് ഒന്ന് തീർക്കാൻ. ഒന്നല്ല 2 മിനിറ്റ് എടുത്ത്. അപ്പോൾ ഇനി ഒരു 4 മിനിറ്റും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 6 മിനിറ്റ്. ഇപ്പോൾ എല്ലാവരും ശരിക്കും ഒരെണ്ണം കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ 4 മിനിറ്റ് വെക്കാം അല്ലേ? തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പണി തൊലയല്ല.
ബെല്ലടിച്ചു. അപ്പോൾ ആര് പുതിയതായിട്ട് എടുക്കണ്ട കേട്ടോ ഇനി. അപ്പം ഞാൻ കഴിച്ചത് ഒരു 3 കാടയും 4ാമത്തെ കാടൻ്റെ ഈ ഒരു കാൽഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ മേലുള്ള ഭാഗം ഞാനും 3 പിന്നെ ഇതിൻ്റെ സെയിം. ഞാനും 3 കാടയും പിന്നെ ഇത് ബാക്കി. ശരിയല്ലേതാ ഇത് ബാക്കി ഇതന്നെ. ചിക്കൻ ആയതുകൊണ്ട് ക്ലീൻ ആണ് കേട്ടോ. പെർഫെക്റ്റ് കഴിക്കാൻ കുറച്ച് ടഫാണ്. കാട ചിക്കൻ നോക്കി കഴിക്കണം. കാരണം നന്നായി കടിച്ച് വേണം തിന്നാൻ. കാരണം അതിൻ്റെ ചെറിയ മുള്ള് തൊണ്ടയിൽ കുടുങ്ങിയ പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത് വിന്നറിനെ തീരുമാനിക്കണ്ടേ? വിന്നർ നമുക്ക് എങ്ങനെ തീരുമാനിക്കാം? എങ്ങനെ തീരുമാനിക്കാം? എടാ വിന്നർ നോക്കുതാ. എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഇതുണ്ട്, ഇത് മാത്രം, ഇതും എൻ്റെ ഇത് രണ്ടെണ്ണം. അപ്പോൾ ബാക്കി ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ തേർഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ പിന്നെയും സെക്കൻഡാണ് തോന്നുന്നത്. കാരണം ഒരു കാലും പിന്നെ ഒരു ബോഡീൻ്റെ ചെറിയ പീസുണ്ട്. പിന്നെ സുഹൈലിന് 2 കാല് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ സുഹൈൽ തന്നെ വിജയിച്ചിരിക്കുകയാണ് ഫസ്റ്റ്. സുഹൈൽ പിന്നെ എപ്പോഴും കഴിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ജയിച്ചു. രാവിലെ കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ജയിച്ചു. നമ്മൾ രാവിലെ കഴിച്ചതൊന്നുമില്ല. ടെക്നിക്ക് വേണ്ടിയിട്ട് അതാണ് ഒന്ന് കഴിച്ചെടുക്കുന്നത്. സംഭവം അടിപൊളിയുണ്ട്, ഉഷാർ സാധനം അല്ലേ? സെറ്റ് കേട്ടോ കഴിക്കാൻ. അടിപൊളിയുണ്ട്. അപ്പോൾ ബാക്കി കൂടെ ഫിനിഷ് ചെയ്തോ. നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ എങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചാൽ ഒരാൾ 5 കാട കോഴി കഴിക്കാമെന്ന് വിചാരിച്ചു. 1-2 പക്ഷെ നടക്കൂല അത്. ഇതിപ്പോൾ 6 മിനിറ്റായി. എന്താണ് 3 കഴിക്കാം അല്ലേ? ഭയങ്കര ടഫാണ് ഈ കാട കോഴി കഴിക്കാൻ. എല്ലും ചിക്കൻ നമ്മൾ കഴിച്ചതിൻ്റെ ആ പീസ് ഫുള്ള് ഒന്ന് തീർക്കാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചാലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിജയ് നമ്മുടെ സുഹൈലാണ്. സെക്കൻഡ് കപ്പ്. രണ്ടാമത്തെ ട്രോഫിയാണ് സുഹൈലിൻ്റെ. നമ്മൾ എല്ലാത്തിനും സെക്കൻഡ്. 3 ഞാൻ തന്നെ സെക്കൻഡ്. പിന്നെ ഒരു ട്രോഫി ഉണ്ട് ബർഗർ. പിന്നെ ബാക്കിയൊക്കെ തേർഡാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ വീഡിയോ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടിപൊളി കിട്ടില്ല റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.